എല്ലാ കുട്ടികൾക്കും ഉറുദുവിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം ഉറുദുവിൻ്റെ ഒന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠഭാഗത്തിൻ്റെ വർക്കുകളാണ് ഈ ക്ലാസ്സിലൂടെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിൻ്റെ വർക്കുകളിലേക്ക് കിടക്കാം. ഒന്നാമത്തെ വർക്കാണ് ബച്ചോ ഖീത് അബ്ബ ആയെ മിൽക്കർ ഗായേ. നമ്മളിപ്പോൾ പഠിച്ച പാട്ടുണ്ടല്ലോ, അബ്ബ ആയെ എന്നുള്ള പാട്ട്. ഇതെല്ലാവരും ഒന്നിച്ചിരുന്ന് പാടാനാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ വർക്കാണ് ബച്ചോ തസ്വീർ ദേക്കിയ ഒരു ജുംല പഠിയേ. ചിത്രം നോക്കൂ, എന്നിട്ട് തൊട്ട് താഴെയായി തന്നിട്ടുള്ള വാക്യങ്ങൾ വായിക്കൂ. അപ്പം നമുക്ക് ചിത്രത്തിൽ ഉമ്മയെ കാണാം, ഉപ്പയെ കാണാം, മുത്തശ്ശിയെ കാണാം, മുത്തശ്ശനെയും കാണാം അല്ലേ. ഇനി നമുക്ക് ഇവരുടെ താഴെയായി തന്നിട്ടുള്ള ജുംലയൊന്ന് വായിച്ചു നോക്കാം. ഉറുദുവിൽ സെൻറ്റൻസിന് ജുംല എന്നാണ് പറയുന്നത്. അപ്പോൾ ജുംല എന്ന് പറഞ്ഞാൽ സെൻറ്റൻസ് എന്നാണ് മീനിങ്. യേ അമ്മി ഹേ, ഇത് അമ്മിയാണ്. അമ്മി എന്ന് പറഞ്ഞാൽ ഉമ്മ. യേ അബ്ബ ഹേ, ഇത് ഉപ്പയാണ്. യേ എന്ന് പറഞ്ഞാൽ ഇത് എന്നാണ് അർത്ഥം. ഹേ എന്ന് പറഞ്ഞാൽ ആണ് എന്നാണ് അർത്ഥം. ഹേ എന്ന് പറഞ്ഞാൽ ആണ് എന്നാണ് അർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ അർത്ഥം പറയാൻ കഴിയും. ഈ യേയുടെയും ഹേയുടെയും അർത്ഥം നിങ്ങൾ പഠിച്ചോ എന്നാൽ നിങ്ങൾക്ക് ഒത്തിരി സംഭവങ്ങളുടെ അർത്ഥം വളരെ പെട്ടെന്ന് പറയാൻ കഴിയും. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെൻറ്റൻസ് എത്ര പെട്ടെന്ന് അർത്ഥം പറയാൻ കഴിയുന്നു? യേ അമ്മി ഹേ, നമുക്കറിയാം യേ എന്ന് പറഞ്ഞാൽ ഇത് എന്നാണ് മീനിങ്. ഹേ എന്ന് പറഞ്ഞാൽ ആണ് എന്നാണ് മീനിങ്. അപ്പോൾ അമ്മി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം, അമ്മി എന്ന് പറഞ്ഞാൽ ഉമ്മയാണ്. അപ്പം നമുക്ക് ഒന്ന് കൂട്ടി വായിച്ചാലോ, ഇത് ഉമ്മയാണ്. അപ്പോൾ അതുപോലെ തന്നെ യേ അബ്ബ ഹേ, ഇത് ഉപ്പയാണ്. യേ ദാദി ഹേ, യേ ദാദി ഹേ, ഇത് മുത്തശ്ശിയാണ്. യേ ദാദാ ഹേ, ഇത് മുത്തശ്ശനാണ്. നമുക്കിതുപോലെ വളരെ എളുപ്പത്തിൽ ഉറുദു അർത്ഥം വെക്കാം. നമുക്ക് ചിത്രത്തിൻ്റെ നടുവിൽ ഒരു മാങ്ങയെ കാണാം. മാങ്ങയ്ക്ക് ഉറുദുവിൽ ആം എന്ന് പറയുന്നു, ആം. അപ്പോൾ ഇനി അടുത്തുള്ള ഓരോ ജുംലകളും നമുക്കൊന്ന് വായിച്ചു നോക്കാം. അമ്മി ആം ലായി, അമ്മി ആം ലായി, ഉമ്മ മാങ്ങ കൊണ്ടുവന്നു. ലായി എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നു എന്നാണ് അർത്ഥം. അമ്മി ആം ലായി, ഉമ്മ മാങ്ങ കൊണ്ടുവന്നു. അബ്ബ ആം ലായി, അബ്ബ ആം ലായി, ഉപ്പ മാങ്ങ കൊണ്ടുവന്നു. ലായേ എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നു, ഉപ്പ മാങ്ങ കൊണ്ടുവന്നു. ദാദി ആം ലായി, ദാദി ആം ലായി, മുത്തശ്ശി മാങ്ങ കൊണ്ടുവന്നു. ദാദാ ആം ലായി, മുത്തശ്ശൻ മാങ്ങ കൊണ്ടുവന്നു. बच्चों, नौरी के घर में अब्बा, अम्मी, दादा, दादी, भाई और बहन है. आपके घर में कौन कौन है? കുട്ടികളെ, നൗരിയുടെ വീട്ടിൽ ഉപ്പ, ഉമ്മ, മുത്തശ്ശൻ, മുത്തശ്ശി, സഹോദരൻ, സഹോദരി എന്നിവരെല്ലാം ഉണ്ട്. നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അപ്പം നമുക്കിവിടെ രണ്ട് വീട് കാണാം. ഒന്നാമത്തെ വീട് നൗരിയുടെ വീടാണ്. നൗരി കാ ഘർ, നൗരിയുടെ വീട്. നൗരിയുടെ വീട്ടിൽ അബ്ബ, അമ്മി, ഉപ്പയും ഉമ്മയുമുണ്ട്. ദാദാ, ദാദി, മുത്തശ്ശനും മുത്തശ്ശിയുമുണ്ട്. ബായ്, ബഹൻ, സഹോദരനും സഹോദരിയുമുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീട് നമ്മുടെ വീടാണ്. മേരാ ഘർ, എൻ്റെ വീട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് നിങ്ങളിവിടെ എഴുതി ചേർക്കണം. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഉപ്പയുണ്ടെങ്കിൽ അബ്ബ എന്നെഴുതുക. ഇനി ഉമ്മയുണ്ടെങ്കിൽ ഉമ്മി എന്നെഴുതുക. മുത്തശ്ശനുണ്ടെങ്കിൽ ദാദ എന്നെഴുതുക. മുത്തശ്ശി ഉണ്ടെങ്കിൽ ദാദി എന്നെഴുതുക. സഹോദരനുണ്ടെങ്കിൽ ബായ് എന്നെഴുതുക. സഹോദരി ഉണ്ടെങ്കിൽ ബഹൻ എന്നും ഇവിടെ എഴുതി ചേർക്കുക. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയാണോ ഉള്ളത് അവരെല്ലാവരെയും നിങ്ങൾ ഈ ഒരു ഡാഷിൽ എഴുതി ചേർക്കണം. ബച്ചോ അപ്പനെ ഘർ കെ ബാരെ മേ ജുംല ലിഖിയേ. കുട്ടികളെ, നിങ്ങളുടെ വീടിൻ്റെ പറ്റിയിട്ട് ജുംല ഉണ്ടാക്കൂ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ജുംല ഇവിടെ തന്നിട്ടുണ്ട്. ഘർ മേ അബ്ബ ഹേ. ഘർ മേ അബ്ബ ഹേ എന്ന് പറഞ്ഞിട്ടുള്ള ജുംല ഉണ്ടായത് 4 വേർഡുകൾ കൂടി ചേർന്നപ്പോഴാണ്. ഏതൊക്കെ വേർഡുകളാണ്? ഘർ, മേ, അബ്ബ, ഹേ എന്നീ 4 വേർഡുകൾ കൂടി ചേർന്നപ്പോൾ ഒറ്റ ജുംലയായിട്ടുള്ള ഘർ മേ അബ്ബ ഹേ എന്നുള്ള ജുംല ഉണ്ടായി. അപ്പോൾ നമുക്ക് ഈ ഒരു ജുംലയുടെ അർത്ഥം പറഞ്ഞാലോ? ഘർ എന്ന് പറഞ്ഞാൽ വീട് എന്നാണ് അർത്ഥം. മേ എന്ന് പറഞ്ഞാൽ ഇൽ. അപ്പോൾ ഘർ മേ എന്ന് പറഞ്ഞാൽ വീട്ടിൽ. ഘർ മേ എന്ന് പറഞ്ഞാൽ വീട്ടിൽ.
അടുത്തത് അബ്ബ. അബ്ബ എന്ന് പറഞ്ഞാൽ ഉപ്പ. ഹേ എന്ന് പറഞ്ഞാൽ ഉണ്ട്, ആണ് എന്നൊക്കെ നമുക്ക് അർത്ഥം പറയാം. അപ്പോൾ ഘർ മേ അബ്ബ ഹേ എന്നുള്ളതിൻ്റെ അർത്ഥം ഇങ്ങനെ പറയാം: വീട്ടിൽ ഉപ്പയുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ജുംലകളൊക്കെ നിർമ്മിക്കണം. അതിനായിട്ട് നമ്മൾ ഈ പെട്ടിക്കോളങ്ങൾ ഓരോന്നായിട്ട് പൂരിപ്പിക്കണം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പെട്ടിക്കോളം പൂരിപ്പിക്കാം. ഘർ മേ അമ്മി ഡാഷ്. ഘർ മേ അമ്മി ഡാഷ് എന്ന് നമുക്കിവിടെ ഡാഷ് ഉള്ളിടത്ത് പൂരിപ്പിക്കണം. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ അർത്ഥം വെക്കണം. ഘർ എന്ന് പറഞ്ഞാൽ വീട്, മേ എന്ന് പറഞ്ഞാൽ ഇൽ. അപ്പോൾ ഘർ മേ വീട്ടിൽ, അമ്മി ഉമ്മ വീട്ടിൽ, ഉമ്മ ഉണ്ട് എന്നതാണ് അടുത്തത് നമ്മൾ എഴുതേണ്ടത്. ഉണ്ട് എന്നുള്ളതിനെ ഉറുദുവിൽ ഹേ എന്ന് പറയും. അപ്പോൾ നമുക്ക് ജുംല എഴുതിയാലോ? ഘർ മേ അമ്മി ഹേ, വീട്ടിൽ ഉമ്മയുണ്ട്. ഇനി നമുക്ക് ഓരോ പെട്ടിക്കോളങ്ങളായിട്ട് പൂരിപ്പിക്കാം. ഘർ മേ ദാദാ ഹേ. ഘർ മേ ദാദാ ഹേ. ഘർ മേ ദാദി ഹേ. घर में दादी है. घर में बहन है. घर में बहन है. ഈ ഓരോ ജുംലയുടെയും അർത്ഥമൊന്ന് വയ്ക്കാം. ഘർ മേ അബ്ബ ഹെ, വീട്ടിൽ ഉപ്പയുണ്ട്. ഘർ മേ അമ്മി ഹെ, വീട്ടിൽ ഉമ്മയുണ്ട്. ഘർ മേ ദാദാ ഹെ, വീട്ടിൽ മുത്തശ്ശനുണ്ട്. ഘർ മേ ദാദി ഹെ, വീട്ടിൽ മുത്തശ്ശിയുണ്ട്. ഘർ മേ ബഹൻ ഹെ, വീട്ടിൽ സഹോദരി ഉണ്ട്. പഠിയെ രംഗ് ഭരിയെ ആറ് ജുംലെ ബനായിയെ. വായിക്കൂ, നിറം നൽകൂ, എന്നിട്ട് ജുംല ഉണ്ടാക്കൂ. നിങ്ങൾക്കിവിടെ 2 ചിത്രം കാണാം. ഒന്ന് മാങ്ങയാണ്, ഒന്ന് റുമ്മാനാണ്. മാങ്ങയ്ക്ക് ആം എന്ന് പറയുന്നു, റുമ്മാന് അനാർ എന്ന് പറയുന്നു. ഇനി നമുക്ക് ജുംല ഉണ്ടാക്കണം. ഇത് ഹേ ആണ്. അപ്പോൾ നമുക്കിവിടെ എഴുതേണ്ടത് ഇത് മാങ്ങയാണ് എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡാഷ് ഉള്ളിടത്ത് ആം എന്ന് എഴുതണം.